വെൽക്കം ബാക്ക് ടു ഓൾ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ട്രെയിൻ ലേൺ സീരീസിൻ്റെ വീഡിയോയിൽ നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് അറേൻ്റെ പാർട്ട് 1 ചെയ്തിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എൻട്രി പോയിൻറ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഹവറിൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. മാർക്കറ്റിൽ റീസെൻ്റ് ആയിട്ട് ഒരു MSS ക്രിയേറ്റ് ചെയ്തു. ഞാൻ എന്താക്കി, ആ ഒരു ഗ്യാങ് ബോസ് ടൂൾ യൂസ് ചെയ്തിട്ട് ഹൈയിൽ നിന്നും ലോയിലേക്ക് വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രി എവിടെ നോക്കാം? ഇവിടെ ഒരു ബ്രേക്കർ ഉണ്ട്, അവിടെ ഒരു FEG ഉണ്ട്. നമുക്ക് എവിടെയാണ് എൻട്രികൾ നോക്കാം. സോ നമ്മൾ എന്താക്കിയ ഒരു ബ്രേക്കർ എടുത്തു. അതിൻ്റെ കൂടെ ഒരു FEG ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കിയ ബ്രേക്കർ എടുത്തു. എന്നിട്ട് നമ്മൾ എൻട്രി എവിടെ സെറ്റ് ചെയ്യാൻ വിചാരിക്കും? ആ ഒരു ബ്രേക്കറിൻ്റെ ഓപ്പണിങ്ങിൽ നമുക്ക് എൻട്രി നോക്കാം അവിടെ. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു എൻട്രി പോയിന്റിൽ മാർക്കറ്റ് വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു പ്രീമിയം ഏരിയയിൽ വന്നതിന് ശേഷമാണ് സെല്ല് നടന്നത്. ഓക്കെ, നമുക്കവിടെ എൻട്രി കിട്ടില്ല പോട്ടെ. അതിനുശേഷം നമുക്ക് വേറൊരു റീസെൻ്റ് ആയിട്ട് പിന്നെ ഒരു MSS മാർക്കറ്റ് തന്നു. അവിടെ ജസ്റ്റ് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇവിടുന്ന് മാർക്കറ്റ് പുതിയതായിട്ട് വേറൊരു MSS തന്നു. സോ നമ്മൾ എന്താക്കി, ആ ഒരു MSS വരച്ചു. അതിനുശേഷം ഹൈ ടു ലോ ഗ്യാങ് ബോക്സ് ടൂൾ യൂസ് ചെയ്തു. ഓക്കെ, ഹൈ ടു ലോ ഗ്യാങ് ബോക്സ് ടൂൾ യൂസ് ചെയ്ത് ഡ്രോ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എത്ര നീറ്റായിട്ടാണ് ആ ഒരു പ്രീമിയത്തിലോട്ട് വന്നിട്ട് സെല്ല് നടക്കുന്നതെന്ന്. അപ്പോൾ നമുക്കിവിടെ എന്താക്കണം, ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്തണം പ്രീമിയം ഏരിയയിൽ. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ നമ്മൾ എന്താക്കും, ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഓപ്പണിങ്ങിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻ വെക്കും. സെല്ലല്ല നമ്മൾ നോക്കുന്നത്, സോ ഷോർട്ട് പൊസിഷൻ വെക്കും. അതിനുശേഷം നമ്മൾ എന്താക്കും, ആ ഒരു സ്റ്റോപ്പ് ലോസ് ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് ബ്രീത്ത് സ്പേസ് വിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യും. ടാർഗറ്റ് എവിടെ വരെ വെക്കാൻ പറ്റും? ആ ഒരു റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ലോ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ. കാരണം മാർക്കറ്റ് അവിടെ വരുമ്പോൾ എപ്പോൾ വേണേലും ഒരു റിയാക്ഷൻ തരാൻ പറ്റും. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരു MSS ക്രിയേറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റിൽ ബുള്ളിഷ് ആണെങ്കിൽ ഡിസ്കൗണ്ട് വന്നിട്ടേ പോവുകയുള്ളൂ, അല്ലെങ്കിൽ പ്രീമിയത്തിൽ വന്നിട്ട് സെല്ല് നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റീസെൻ്റ് ആയിട്ട് പിന്നെ ഒരു MSS വന്നു. ഗ്യാങ് ബോക്സ് ടൂൾ യൂസ് ചെയ്ത് വരച്ചതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് മുകളിലോട്ട് വന്നു. പക്ഷേ എന്ത് പറ്റി? അവിടെ നമുക്കൊരു OBയിൽ എൻട്രി ഉണ്ട്, പക്ഷേ എന്ത് പറ്റി? SL അടിച്ചു. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നമുക്ക് മാർക്കറ്റിന് ഒരിക്കലും 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്താണ് മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യും. നമ്മൾ ഇത്രയും നേരം ഒരു ലോവർ ലോ ലോവർ ഹൈ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, സെൽ എൻട്രി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എന്ത് പറ്റി? ആ ഒരു SL അടിച്ച് അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി. സോ നമ്മൾ മനസ്സിലാക്കണം അവിടെ നമ്മുടെ ആ ഒരു മാർക്കറ്റിൻ്റെ രീതി മാറി. ഐ മീൻ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മുകളിലോട്ടായി. സോ നമ്മൾ എന്താക്കി, നമ്മുടെ രീതി മാറ്റി നമ്മൾ ഹയർ ഹൈ ഹയർ ലോ നോക്കാൻ തുടങ്ങി. ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു MSS മാർക്കറ്റ് റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു, ബുള്ളിഷ് MSS. സോ നമ്മൾ എന്താക്കി, അവിടെ നിന്ന് ഡ്രോ ചെയ്തു. അതിനുശേഷം ഗ്യാങ് ബോക്സ് ടൂൾ യൂസ് ചെയ്തിട്ട് ലോയിൽ നിന്നും ഹൈയിലേക്ക്, നമ്മൾ നേരത്തെ ഹൈയിൽ നിന്ന് ലോയിലേക്കാണെങ്കിൽ ബുള്ളിഷ് ഏരിയയിൽ ഇത്തവണ നമ്മൾ ലോയിൽ നിന്നും ഹൈയിലേക്ക് വരയ്ക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് വന്നില്ല. കുഴപ്പമില്ല, കാരണം നമുക്ക് ഒരിക്കലും മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എവിടെയാണ് വേറെ MSS, ഇവിടെ ഒരു MSS കൂടി ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അവിടെയും വന്നിട്ടില്ല മാർക്കറ്റ്. കുഴപ്പമില്ല, കാരണം മാർക്കറ്റിൻ്റെ രീതി അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും 100% നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. നമ്മൾ കിട്ടിയാൽ മാത്രം നമ്മൾ എൻട്രി എടുക്കുക, അത്രേ ഉള്ളൂ. ഒരിക്കലും റഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേണം ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്ത് വേറെ കുറേ എൻട്രീസ് ഉണ്ടോ എന്ന് നോക്കാം. എല്ലാ ടൈം ഫ്രെയിമിലും ഇത് വർക്ക് ആവുന്നതാണ്. എല്ലാ ടൈം ഫ്രെയിമിലും പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയാസ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഇപ്പോൾ ഏത് ടൈം ഫ്രെയിം വേണമെങ്കിൽ നോക്കി ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ 1 ഹവറിൽ നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് മാർക്കറ്റ് ഉണ്ടാക്കി ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ എന്താക്കി, ആ ഒരു ഗ്യാങ് ബോക്സ് ടൂൾ യൂസ് ചെയ്തിട്ട് ലോയിൽ നിന്നും ഹൈയിലേക്ക് വരച്ചു. ഇത് 1 ഹവറാണ്. ലോയിൽ നിന്ന് ഹൈയിലേക്ക് വരച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു പ്രീമിയത്തിൽ നിന്നും ഡിസ്കൗണ്ടിലായിട്ട് വന്നതിന് ശേഷമാണ് ആ ഒരു ബൈ മൂവ്മെൻറ്റ് നടന്നത്. ഓക്കെ, മാർക്കറ്റ് ഡിസ്കൗണ്ട് വന്ന ശേഷമാണ് ബൈ മൂവ്മെൻറ്റ് നടന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ലോ ടൈം ഫ്രെയിമിലോട്ട് പോകാം. നമുക്ക് 5 മിനിറ്റ്സിലൂടെ ജസ്റ്റ് നോക്കി വെക്കാം. റീസെൻ്റ് ആയിട്ട് ഞാനിവിടെ റാൻഡമായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഞാൻ ഇത് നേരത്തെ എടുത്തു വെക്കുന്നത് റാൻഡമായിട്ട് ഞാൻ എടുത്തു. ഇവിടെ നോക്കി നിങ്ങൾക്കൊരു MSS മാർക്കറ്റ് തന്നു 5 മിനിറ്റ്സിൽ. ഓക്കെ, അവിടുന്ന് ലോ ടു ഹൈ നമ്മൾ ഗ്യാങ് ബോക്സ് ടൂൾ യൂസ് ചെയ്ത് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഡിസ്കൗണ്ടിലുള്ള റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഗ്യാങ് ബോക്സ് ടൂൾ എടുത്തിട്ട് നമ്മൾ ലോ ടു ഹൈ ഡ്രോ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു എവിടെയാണ് ഡിസ്കൗണ്ടിലുള്ള ഒരു FEG ഉണ്ടായിരുന്നു, ഒരു ബുള്ളിഷ് FEG. ആ ഒരു ബുള്ളിഷ് FEG എന്നാണ് മാർക്കറ്റ് ആ ഒരു റിയാക്ഷൻ തന്നത്. സോ നമുക്ക് ആ ഒരു FEGൻ്റെ ഓപ്പണിംഗ് വെച്ച് ആ ഒരു FEGൻ്റെ ലോ വരെ നമുക്ക് SLലും വെച്ച് എവിടം വരെ ഞാൻ വെക്കാമെന്ന് പറഞ്ഞു ടാർഗറ്റ് ആ ഒരു ഹൈ വരെ, അതിൽ കൂടുതൽ വെക്കരുത്. ഓക്കെ, ഒരു ഹൈ വരെ നമുക്ക് സുഖമായിട്ട് ടാർഗറ്റ് വെക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു എൻട്രി നോക്കുന്നത്. അതേപോലെ ഇവിടെ ഒരു MSS ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് ടൂൾ ഉപയോഗിച്ച് യൂസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു OB ഉണ്ട്, അവിടെ താഴെ ഒരു OB ഉണ്ട്. ആ ഒരു OB വന്നിട്ടാണ് ആ ഒരു മിറ്റിഗേഷൻ തന്നത്. ഓക്കെ, ആ ഒരു ഡിസ്കൗണ്ടിലോട്ട് വന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ബൈ നടന്നു. ഓക്കെ, പിന്നെ ഇവിടെ നോക്കി ഇവിടുന്നും കാണാം ഒരു എന്താണ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഒരു MSS ഒന്ന് ബ്രേക്ക് ചെയ്തു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു പ്രീമിയത്തിൽ വന്നിട്ട് റിയാക്ഷൻ തന്നിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, അതിനുശേഷം മുകളിലോട്ട് തന്നെ പോയി. പക്ഷേ ഏകദേശം ഇങ്ങനെയാണ് ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് വരെ വർക്ക് ആവുന്നത്.
എല്ലാ ടൈം ഫ്രെയിമും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, എല്ലാ ടൈം ഫ്രെയിമും നമുക്ക് എൻട്രികൾ നോക്കാൻ പറ്റും. പക്ഷേ മാർക്കറ്റിൻ്റെ ഓവറോൾ ഡയറക്ഷൻ കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ അലൈൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രികൾ കിട്ടാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയകൾ കണ്ടുപിടിക്കുന്നതും അത് ഡ്രോ ചെയ്ത് നമുക്ക് എൻട്രികൾ എടുക്കുന്നതും. എല്ലാ ടൈം ഫ്രെയിമിലും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാത്തിലും ഇത് വർക്കാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാർട്ടിൽ പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് നല്ല രീതിക്ക് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ഏരിയകൾ വരുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ഷൻ തരുന്നതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഈ പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ എങ്ങനെയാണ് മാർക്കറ്റ് വർക്കാവുന്നതെന്ന് നോക്കി, അതോടൊപ്പം തന്നെ അവിടെ നിന്നൊക്കെ എങ്ങനെ നമുക്ക് എൻട്രികൾ നോക്കാമെന്നും എല്ലാ ടൈം ഫ്രെയിമിൽ സ്വിച്ച് ചെയ്തൊക്കെ നോക്കി. ഇനിയും സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് അത് DM ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.